أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأوحينا إلى أم موسى أن أرضعيه فإذا خفت عليه فألقيه في اليم ولا تخافي ولا تحزني إنا رادوه إليك وجاعلوه من المرسلين فالتقطه آل فرعون ليكون لهم عدوا وحزنا إن فرعون وهامان وجنودهما كانوا خاطئين وقالت امرأة فرعون قرة عين لي ولك لا تقتلوه عسى أن ينفعنا أو نتخذه ولدا وهم لا يشعرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1304 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഔഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർദിഈഹി വഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം വലാ തഖാഫി വലാ തഹ്സനി إنا رادوه إليك وجعلوه من المرسلين فالتقطه آل فرعون ليكون لهم عدوا وحزنا إن فرعون وهامان وجنودهما كانوا خاطئين وقالت امرأة فرعون قرة عين لي ولك لا تقتلوه عسى أن ينفعنا أو نتخذه ولدا وهم لا يشعرون. صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിക്കുകയുണ്ടായത്. മൂസ അലൈഹി ഇസ്ലാമിന്റെയും ഫിറൗനിന്റെയും ചരിത്ര ഘട്ടം സത്യവിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള ആളുകളുടെ പ്രയോജനത്തിനായിട്ട് വിവരിക്കുകയാണ് സൂറത്തുൽ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഭൂമിയില് വലിയ തന്റേടവും തലയെടുപ്പും അഹന്തയും കാണിച്ചുകൊണ്ട് വിരാജിച്ചുകൊണ്ടിരുന്ന നാട്ടിലെ ആളുകളെ പല തട്ടുകളാക്കി തിരിച്ചുകൊണ്ട് അവർക്കിടയിൽ അതിശക്തമായ ഉച്ചനീചത്വം നടപ്പിലാക്കി അവരിൽ ദുർബലരായി ചവിട്ടി മെതിക്കപ്പെട്ടുകൊണ്ടിരുന്ന വിഭാഗത്തിലെ ആൺമക്കളെ അറുകൊല ചെയ്യുകയും അവരുടെ പെൺമക്കളെ അപമാനിതരായ അവസ്ഥയിൽ ജീവിക്കാൻ വിടുകയും ചെയ്തുകൊണ്ട് നാട്ടിൽ വലിയ കുഴപ്പമുണ്ടാക്കുന്ന വിധത്തിലാണ് ഫിറൗൻ നിർവഹണം നടത്തുകയുണ്ടായത് എന്നാണ് അള്ളാഹു ഈ സൂറത്തിന്റെ തുടക്ക ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ പദ്ധതി ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ദുർബലരായ അവശത പേറുന്ന സമൂഹത്തെ അനുഗ്രഹിക്കുവാനും അവരെ നേതാക്കന്മാരും നായകന്മാരുമാക്കുവാനും അവരെ നാട്ടിന്റെ കൈകാര്യകർത്താക്കളായ അനന്തരാവകാശികളാക്കി മാറ്റുവാനും ആണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നതാണ് തുടർന്ന് അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായത്.
നാട്ടിൽ അവർക്ക് അധികാരം നൽകിക്കൊണ്ട് ഫിറോനെയും ഹാമാനെയും അവരുടെ സൈന്യങ്ങളെയും അവര് എന്തൊരു കാര്യമാണോ ഭയപ്പെട്ടുകൊണ്ട് കഴിഞ്ഞിരുന്നത് ആ കാര്യം അവരുടെ കൺമുന്നിൽ സംഭവിക്കുന്നതായി കാണിച്ചു കൊടുക്കുവാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്നാണ് പിന്നിട്ട ഭാഗത്ത് വ്യക്തമാക്കപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്ന് ഈ സംഭവങ്ങളെ ക്രമപ്രകാരം വിവരിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. വളരെ പ്രാധാന്യമുള്ള ചരിത്രപരമായ വിടവുകൾ നികത്തുന്ന വിധത്തിലുള്ള ഒരുപാട് ഇൻഫർമേഷൻ അന്വേഷകരുടെ താല്പര്യമനുസരിച്ച് അവര് തേടി കണ്ടെത്തട്ടെ എന്ന നിലക്ക് വിട്ടുകളഞ്ഞുകൊണ്ടാണ് കഥയുടെ അടുത്ത ഘട്ടത്തിലേക്ക് അള്ളാഹു വിവരണം കൊണ്ടുപോകുന്നത്. ഇന്ന് നമ്മൾ വായിച്ചു തുടങ്ങിയ ഭാഗം മൂസ അലൈഹിസ്സലാമിന്റെ ശൈശവ കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഒരുപാട് ചരിത്രപരമായ പ്രാധാന്യമുള്ള ഘട്ടങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടി വരും. അങ്ങനെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ പരതി കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ കഥാകഥനത്തെ നമ്മൾ സമീപിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. ചരിത്രത്തിൽ എല്ലാ വിശദാംശങ്ങളും നൽകുക എന്ന ഒരു ശൈലിയിലല്ല ഖുർആൻ അതിന്റെ കഥാവിവരണങ്ങൾ നടത്തുന്നത് എന്നത് കാണാൻ സാധിക്കും. ഈ സംഭവത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് വിവരണം. അള്ളാഹു മനുഷ്യന്റെ അന്വേഷണ പരതക്ക്, മനുഷ്യന്റെ തേടിപ്പിടിക്കാനുള്ള വൈജ്ഞാനിക താല്പര്യത്തിന് പരമാവധി ഇടം കൊടുത്തുകൊണ്ടുള്ള ഒരു ശൈലിയാണ് കഥാകഥനത്തിനും ചരിത്ര വിവരണത്തിനുമൊക്കെ സ്വീകരിക്കുന്നത് എന്നത് കാണാൻ കഴിയും. റീഡർ ഇൻവോൾവ്മെന്റ് എന്നാണ് നമുക്കതിനെ വിവരിക്കാൻ സാധിക്കുക. റീഡർ ഇൻവോൾവ്മെന്റ് ഉള്ള വിധത്തിലല്ലാതെ ഒരു കഥയും ഖുർആനിൽ നിന്ന് നമുക്ക് വായിച്ചു ഉൾക്കൊള്ളാൻ സാധ്യമല്ല. റീഡർ ഇൻവോൾവ്മെന്റ് വായനക്കാരന്റെ വിശദാംശങ്ങൾ കണ്ടെത്താനുള്ള ജിജ്ഞാസയും താല്പര്യവും അന്വേഷണ ത്വരയുമൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കഥയുടെ ഡെവലപ്മെന്റില് പൂർണ്ണമായിട്ടും വായനക്കാരൻ ഇൻവോൾവ്ഡ് ആയിക്കൊണ്ട് മാത്രമേ വായന പുരോഗമിക്കുകയുള്ളൂ എന്നതാണ് ഖുർആന്റെ കഥാകഥന ശൈലിയുടെ വളരെ ശ്രദ്ധേയമായൊരു പ്രത്യേകത. എല്ലാ ഇൻഫർമേഷനും, എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ അതേപടി ചേർത്ത് വെച്ച് വളരെ മെറ്റിക്കുലസ് ആയ വിധത്തിൽ കാര്യങ്ങൾ വിവരിക്കുക എന്നൊരു ശൈലിയല്ല വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഖുർആന്റെ വായനക്കാരനുള്ള നിത്യ കൗതുകം നിലക്കാതെ അവസാനിക്കാതെ നിലനിന്നു പോകുന്നത് എന്ന് കാണാൻ സാധിക്കും. ഗവേഷണ താല്പര്യമുള്ള, അന്വേഷണ ത്വരയുള്ള ആളുകൾക്ക് നിരന്തരമായി അവരുടെ അന്വേഷണ പ്രക്രിയയിൽ ഏർപ്പെടാൻ പ്രേരണയും കാരണവും ഒക്കെയായി മാറുന്ന വിധത്തിലുള്ള ഒരു ശൈലിയാണ് ഖുർആൻ കഥാകഥനത്തിന് സ്വീകരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകൾ ഒന്ന് ശ്രദ്ധയോടുകൂടി വായിക്കാം നമുക്ക്. ഔഹൈന ഇലാ ഉമ്മി മൂസ, മൂസായുടെ ഉമ്മാക്ക് നാം വഹി നൽകുകയുണ്ടായി. മൂസായുടെ ഉമ്മാക്ക് നാം വെളിപാട് നൽകുകയുണ്ടായി, അല്ലെങ്കിൽ ദൈവികമായ വിധത്തില് അവരെ കാര്യം അറിയിച്ചു. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ ആരാണ്? അദ്ദേഹത്തിന്റെ പിതാവ് ആരായിരുന്നു എന്നതൊക്കെ നമ്മൾ ചരിത്രത്തിൽ നിന്ന് പരതി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ മൂസ എന്നൊരു മേൽവിലാസം വെച്ചുകൊണ്ട്
ചരിത്രാന്വേഷണ താല്പര്യമുള്ളവർക്ക് അത് കണ്ടെത്താൻ സാധിക്കും. പല സ്രോതസ്സുകളെയും നമുക്ക് പരതി തപ്പി അത് കണ്ടെത്താനുള്ള ശ്രമം നടത്തുമ്പോൾ നമുക്ക് വളരെയേറെ പ്രയോജനകരമായ അറിവ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പകർന്നു കിട്ടും. നമുക്ക് ഈ ആയത്തുകളുടെ പ്രാഥമികമായ അർത്ഥം ആദ്യം ഒന്ന് പരിശോധിക്കാം. ഔഹൈന ഇലാ ഉമ്മി മൂസ, മൂസായുടെ ഉമ്മാക്ക് നാം വെളിപാട് നൽകുകയുണ്ടായി, വഹി നൽകുകയുണ്ടായി, അല്ലെങ്കിൽ മൂസായുടെ ഉമ്മായെ നാം അറിയിക്കുകയുണ്ടായി. അൻ അർദിഈഹി, നീ ആ കുഞ്ഞിന് മുലയൂട്ടുക. ഇതാണ് ആ കുഞ്ഞിന് പാല് കൊടുക്കുക, ലാക്ടൈറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ നൽകപ്പെടുന്ന നിർദ്ദേശം. അൻ അർദിഈഹി ഒരു സ്ത്രീയോട് പറയുമ്പോൾ അറബി വ്യാകരണത്തിന്റെ പദഘടനയില്, അറബി വ്യാകരണത്തില് ഉണ്ടാകുന്ന മാറ്റം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അത് വളരെ പ്രകടമായിരിക്കും. ആ വിധത്തിൽ തന്നെയാണ് ഇവിടെ ആ പ്രയോഗം ഉള്ളത്. അൻ അർദിഈഹി, നിങ്ങള് അല്ലെങ്കിൽ നീ ആ കുഞ്ഞിന് പാല് കൊടുക്കുക, മുലയൂട്ടുക. ഇതാണ് നിർദ്ദേശം. ഫൈദാ ഖിഫ്തി അലൈഹി, നീ കുഞ്ഞിന്റെ കാര്യത്തില് ഭയമുള്ളവൾ ആവുകയാണെങ്കിൽ, എന്തെങ്കിലും ഭയം നിന്നെ പിടികൂടുകയാണെങ്കിൽ, ഫഅൽഖീഹി ഫിൽ യം, അതിനെ, ആ കുഞ്ഞിനെ നീ അരുവിയിലേക്ക് ഇട്ടേക്കുക, അരുവിയിൽ ഒഴുക്കി കളയുക. ഇതാണ് നിർദ്ദേശം. വലാ തഖാഫി വലാ തഹ്സനി, ഒരു നിലക്കും നീ പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല. ഇന്നാ റാദ്ദൂഹു ഇലൈക്കി, അവനെ, ആ കുഞ്ഞിനെ ഞാൻ നിന്റെ അടുക്കലേക്ക് തിരികെ എത്തിക്കും. വജഅലൂഹു മിനൽ മുർസലീൻ, അവനെ നമ്മുടെ ദൂതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് മൂസാ അലൈഹിസ്സലാമിന്റെ ഉമ്മാക്ക് നൽകപ്പെട്ട ദൈവികമായ നിർദ്ദേശം അല്ലെങ്കിൽ വെളിപ്പാട്. മൂസാ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ ഈ വഹീ കിട്ടിയതിന്റെ പേരിൽ പ്രവാചകത്വമുള്ള ആളൊന്നും ആകുന്നില്ല. ദൈവികമായ ഒരു സംവേദന ക്രമം അനുസരിച്ച് അസാധാരണത്വമുള്ള രീതിയിൽ അള്ളാഹു മൂസാ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് ഒരു നിർദ്ദേശം നൽകുകയാണ്. അതിന് ഒരുപക്ഷെ സ്വാഭാവികമായ രീതികൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടാവാം. ഉദാഹരണത്തിന് സ്വപ്നത്തില് അങ്ങനെ ശക്തമായ ഒരു നിർദ്ദേശം ലഭിക്കുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ട് കാണണം. അതല്ലെങ്കിൽ ഒരു അശരീരി അങ്ങനെ കേൾക്കാൻ ഇടയായിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ മറിയം റളിയല്ലാഹു അൻഹായുടെ അടുക്കൽ മലക്ക് എത്തിയതുപോലെ മൂസ അലൈഹിസ്സലാമിന്റെ ഉമ്മായുടെ അടുക്കലേക്കും മലക്ക് നേരിട്ട് വന്ന് കാര്യങ്ങള് നിർദ്ദേശം നൽകിയ വിധത്തിലാവാം. എന്തായാലും വളരെ സുപ്രധാനമായ ചരിത്ര ദൗത്യം നിർവഹിക്കേണ്ട പ്രവാചകന്മാരുടെ വളരെ അടുത്ത ബന്ധമുള്ള ഇത്തരം ആളുകൾക്ക് ആ പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണത്തിന് സാഹചര്യം ഒരുക്കുന്ന വിധത്തില് ഈ രൂപത്തിലൊക്കെയുള്ള ദൈവിക നിർദ്ദേശങ്ങളും വെളിപ്പാടുകളും നൽകപ്പെട്ടിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകന്മാരെ പോലെയുള്ള പ്രവാചകത്വ ദൗത്യം നൽകപ്പെട്ട വിധത്തിലല്ല മൂസാ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മായെയും ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ മറിയം റളിയല്ലാഹു അൻഹായെയും ഒന്നും നമുക്ക് ഈ വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർക്ക് പ്രവാചകന്മാർ നിർവഹിച്ചതുപോലെയുള്ള ദൗത്യ നിർവഹണം ചുമതലപ്പെടുത്തപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണത്തിന് കളമൊരുക്കുന്ന വളരെ പ്രാധാന്യമുള്ള ചില ഉത്തരവാദിത്തങ്ങൾ അവർക്ക് നിർവഹിക്കേണ്ടതും ഉണ്ടായിരുന്നു. അപ്പൊ അല്ലാഹു
ശ്രദ്ധേയമായ ഒരു ചരിത്ര കാണ്ഡം നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുകയാണ്. വൗഹൈന ഇലാ ഉമ്മി മൂസ, മൂസായുടെ ഉമ്മാക്ക് നാം വഹി നൽകുകയുണ്ടായി, വെളിപ്പാട് നൽകുകയുണ്ടായി. അർദിയൈഹി, ആ കുഞ്ഞിന് മുലയൂട്ടുക എന്ന് നിർദ്ദേശിക്കുന്ന വിധത്തിലാണ് ആ വെളിപ്പാടുണ്ടായത്. അപ്പോ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട വിധത്തില് ഫിറൗനും ഹാമാനും അവരുടെ സൈന്യങ്ങളും ഒക്കെ അവരടിച്ചമർത്തിയിരുന്ന സമൂഹത്തിൽ ജനിക്കുന്ന ആൺമക്കളെ കൊന്നുകളയാൻ തീരുമാനമെടുക്കുകയും അതൊരു പ്രഖ്യാപനമായും നിയമമായും നടപ്പിലാക്കപ്പെടുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് മൂസ അലൈഹി ഇസ്ലാം ജനിക്കാൻ സാഹചര്യം ഒരുങ്ങുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു സംഗതി, മൂസ അലൈഹി ഇസ്ലാമിന്റെ ജനനത്തിന്റെ തൊട്ടുടനെ തന്നെ അദ്ദേഹം ജനിച്ച കാര്യം ഈജിപ്തിലെ ഭരണാധികാരികളും ഈ പദ്ധതി നടപ്പിലാക്കി അറിയാൻ ഇടയായിട്ടുണ്ടായിരുന്നില്ല. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് വലിയ ഭീതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അള്ളാഹു നിർദ്ദേശിച്ചത് ആ കുഞ്ഞിന് മുലയൂട്ടണം എന്നാണ്. എത്ര കാലം എന്നത് ഇവിടെ വ്യക്തമാകുന്നില്ല. ബൈബിളിന്റെ സൂചന 2-3 മാസങ്ങൾ തന്നെ ഈ കുഞ്ഞിന് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ മൂസ അലൈഹി ഇസ്ലാമിന് മുലയൂട്ടുകയുണ്ടായി, പാല് കൊടുക്കുകയുണ്ടായി എന്നതാണ്. ഈ കുഞ്ഞിന് ഉമ്മായുടെ മുല കുടിക്കുന്നതും വേറെ ഏതെങ്കിലും സ്ത്രീകൾ പാല് നൽകുന്നതും തമ്മിൽ ഒരു വ്യത്യാസം അനുഭവപ്പെടാൻ കാരണമാകുന്ന വിധത്തിലുള്ള ഒരു പരിചയം എന്തായാലും മുലയൂട്ടുക വഴി ഉമ്മായുമായി മൂസ അലൈഹി ഇസ്ലാമിന് ശൈശവത്തിലുണ്ടായി എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. കുഞ്ഞിന് മുലയൂട്ടുക എന്നതാണ് ഇവിടെ നിർദ്ദേശം. എന്ന് പറഞ്ഞ് ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ പുഴയിൽ ഒഴുക്കി കളയുകയല്ല ഉണ്ടായിട്ടുള്ളത്. ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ ഉമ്മയോടൊപ്പം തങ്ങുകയും എന്നിട്ട് സാഹചര്യം അനുകൂലമല്ല, ഭീഷണമാവുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോ കുഞ്ഞിനെ ഉമ്മ നദിയിൽ ഒഴുക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഔഹൈന ഇലാ ഉമ്മി മൂസ അൻ അർദിഇഹി, എന്നിട്ട് അള്ളാഹുവിന്റെ നിർദ്ദേശം ഫൈദാ ഖിഫ്തി അലൈഹി, അവന്റെ കാര്യത്തില് നിനക്ക് വല്ല ഭയപ്പാടും ഉണ്ടാവുകയാണെങ്കിൽ ഫാൽഖീഹി, അവനെ നീ ഇട്ടേക്കുക, നിക്ഷേപിക്കുക, അല്ലെങ്കിൽ എറിയുക, ഫിൽ യമ്മി, അരുവിയിൽ, നദിയിൽ ഒഴുക്കുക ആ കുഞ്ഞിന്. വലാ തഖാഫി വലാ തഹ്സനി, പേടി കാണിക്കേണ്ട, അതുപോലെ ദുഃഖവും കാണിക്കേണ്ടതില്ല. കാരണം അള്ളാഹുവിൻ്റെതാണ് നിർദ്ദേശം. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അഗ്നികുണ്ഡത്തിൽ എറിയപ്പെടുന്ന ആ അവസ്ഥയിൽ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ആശ്വാസ വാക്കുകളെ പോലെ ഇവിടെ അള്ളാഹുവിലുള്ള വിശ്വാസം വളരെ ദൃഢമായിക്കൊണ്ട് മാത്രമേ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് കുഞ്ഞിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിനായിട്ട് പുഴയിൽ ഒഴുക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ ഒരു വിശ്വാസപരമായ ദൃഢപ്പെടുത്തല് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെതാണ് നിർദ്ദേശം. അവന്റെ നിർദ്ദേശം അക്ഷരം പ്രതി പാലിക്കുകയാണ് വേണ്ടത്. അവന്റെ വാഗ്ദാനം 100% കൃത്യതയോടുകൂടി പുലരുക തന്നെ ചെയ്യും എന്ന ബോധ്യത്തോടു കൂടിയാണ് അത് നിർവഹിക്കേണ്ടിയിരിക്കുന്നത്. വലാ തഖാഫി വലാ തഹ്സനി, സ്വപ്ന ദർശനമായാലും അശരീരി കേൾക്കാനിടയായതായാലും അത്രയും വലിയ ബോധ്യമുണ്ടാകുന്ന വിധത്തിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവണം എന്നത് തീർച്ചയാണ്. അല്ലെങ്കിൽ ഏത് മാതാവിനും അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ട്, ഒരു ശബ്ദം കേട്ടു, ഒരു സ്വപ്നം കണ്ടു എന്ന കാരണത്താൽ കുഞ്ഞിനെ
അരുവിയിലങ്ങ് കൈവിട്ട് ഒഴുക്കുക എന്നത് സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അത്രയും ദൃഢബോധ്യമുള്ള വിധത്തിലാണ് കാര്യം അവർക്ക് മനസ്സിലാകുന്നത്, ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. ഭയപ്പെടേണ്ട വല്ല സാഹചര്യവും ഉണ്ടായാൽ കുഞ്ഞിനെ പുഴയിൽ ഒഴുക്കി കളയുക. പേടിക്കൊന്നും വേണ്ട, ഒട്ടും ദുഃഖവും കാണിക്കണ്ട. കാരണം അള്ളാഹുവിന്റെ വാഗ്ദാനം ഇന്നാർ അദ്ദൂഹു ഇലൈക്ക്, ഞാൻ അവനെ, ആ കുഞ്ഞിനെ നിന്റെ അടുക്കലേക്ക് തിരികെ എത്തിക്കും. വജഅലൂഹു മിനൽ മുർസലീൻ, കുഞ്ഞിനെ ഉമ്മായുടെ അടുക്കലേക്ക് എത്തിക്കും എന്നതിനേക്കാൾ പ്രധാനമായ ഒരു വലിയ വാഗ്ദാനം അള്ളാഹു ഇവിടെ നൽകുന്നുണ്ട്. മൂസാ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് അതിനേക്കാൾ ഏറെ സന്തോഷം പകരുന്ന വേറെ കാര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കുഞ്ഞിനെ നിന്റെ അടുക്കലേക്ക് ഞാൻ തിരികെ എത്തിക്കും എന്ന് മാത്രമല്ല, അവൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ ഒരാളായിട്ട് മാറാൻ പോവുകയാണ്. വജഅലൂഹു മിനൽ മുർസലീൻ, അവനെ നാം ദൂതന്മാരിൽ ഉൾപ്പെടുത്താൻ പോകുന്നു. അള്ളാഹുവിന്റെ പ്രത്യേകമായ ദൗത്യം നിർവഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് അവൻ നിയോഗിക്കപ്പെടും വൈകാത്ത ഭാവിയിൽ എന്നാണ് ഉമ്മാക്ക് ഒരു വലിയ സന്തോഷം പകരുന്ന വിധത്തില് അറിയിക്കുന്നത്. ഒരു വലിയ ത്യാഗം ചെയ്യാൻ മൂസാ അലൈഹിസ്സലാമിന്റെ ഉമ്മാക്ക് മനക്കരുത്തുണ്ടാകാൻ ഈ ഒരു വാഗ്ദാനം പ്രത്യേകിച്ച് ഉപകരിച്ചിട്ടുണ്ടാകും. മൂസാ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് ബോധ്യപ്പെടുന്നത് തന്റെ കുഞ്ഞ് ഒരു സാധാരണ കുഞ്ഞായിട്ട് വളരേണ്ടവനല്ല. വളരെ സുപ്രധാനമായ ഒരു ദൗത്യം നിർവഹിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരാളാണ് തന്റെ കുഞ്ഞ്. വൈകാത്ത ഭാവിയിൽ അവൻ അള്ളാഹുവിന്റെ ദൂതനായിട്ട് നിയോഗിക്കപ്പെടാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവന്റെ പരിചരണത്തിന്റെ കാര്യത്തില് ഞാൻ വലിയ ത്യാഗവും പരിശ്രമവും ഒക്കെ നടത്തേണ്ടതുണ്ട് എന്ന ഒരു ബോധ്യം മൂസാ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് ഈ സന്തോഷവൃത്താന്തം നൽകപ്പെടുന്നതോടുകൂടി തന്നെ ഉണ്ടാവുന്നുണ്ട്. വജഅലൂഹു മിനൽ മുർസലീൻ, അവനെ ഞാൻ ദൂതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനും പോവുകയാണ് എന്നാണ് ഇവിടെ അറിയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മൂസാ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് എല്ലാ നിലക്കുമുള്ള സന്നദ്ധത, തയ്യാറെടുപ്പ് ഈ ഒരു കാര്യം നടപ്പിലാക്കുന്നതിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി വരും. കാരണം ഇത് എന്റെ കൈകളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. അതിനപ്പുറത്തേക്ക് വാനഭുവനങ്ങളുടെ തമ്പുരാൻ എന്റെ മകന് വേണ്ടി ചില ആസൂത്രണങ്ങൾ ചെയ്യുന്നുണ്ട് എന്നത് ബോധ്യപ്പെട്ടുകൊണ്ടാണ് മൂസാ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനുശേഷം എന്തുണ്ടായി എന്നത് തൊട്ടുടനെ ഉണ്ടായ കാര്യങ്ങൾ ഇവിടെ പറയുന്നില്ല. അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതൊരു കഥയുടെയും അത്തരം ഭാഗങ്ങളെ ചേർത്തു വായിക്കാൻ വളരെ പ്രയാസരഹിതമായിട്ട് തന്നെ സാധിക്കും. തുടർന്ന് അല്ലാഹു പറയുന്നത് ഫൽതഖതഹു ആലു ഫിർഔൻ, ഫിർഔൻ കുടുംബം തുടർന്ന് അവനെ കണ്ടെടുത്തു. അവനെ പുഴയിൽ നിന്ന് ഫിർഔൻ കുടുംബം വീണ്ടെടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്, പൊക്കിയെടുത്തു. അപ്പോ അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ വിട്ടുകളഞ്ഞതായിട്ട് കാണാൻ കഴിയും. മൂസാ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ ഒരുപക്ഷെ വേണ്ടപ്പെട്ടവരുമായി കൂടിയാലോചിച്ചിട്ടോ കൂടിയാലോചിക്കാതെയോ വേണ്ട മുൻകരുതലുകൾ ചെയ്തുകൊണ്ട് ഒരുപക്ഷെ ഒരു പെട്ടിയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് കുട്ടിയെ കിടത്താൻ വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് കുഞ്ഞിനെ അതിൽ കിടത്തിയിട്ട് അത് പൂട്ടി പുഴയിൽ ഒഴുക്കി എന്ന ഒരു സംഭവം നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. അതിനുശേഷമുള്ളൊരു കാര്യമാണ് ഖുർആൻ ഇവിടെ വിവരിക്കുന്നത്. ഫൽതഖതഹു ആലു ഫിർഔന, ഫിർഔൻ കുടുംബം അതിനെ തുടർന്ന് അവനെ, ആ കുഞ്ഞിനെ കണ്ടെടുക്കുകയുണ്ടായി, അല്ലെങ്കിൽ പൊക്കിയെടുക്കുകയുണ്ടായി വെള്ളത്തിൽ നിന്ന്, ഈ പുഴയിൽ നിന്ന്. ലിയകൂന ലഹും അദുവ്വൻ വഹസന,
അതിന്റെ ഫലം എന്താണ് എന്നതാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. പിൽക്കാലത്ത് അവൻ അവർക്ക് തന്നെ ഒരു ശത്രുവായും അതുപോലെ ഒരു ദുഃഖ കാരണമായും മാറുന്ന വിധത്തിൽ, ഇതാണ് അള്ളാഹുവോട് പറയുന്നത്. ഫിറൗന് നേരത്തെ ഇവൻ വളർന്നു വന്ന് എനിക്കുള്ള ശത്രുവായി മാറും, അവൻ എന്റെ ദുഃഖമുണ്ടാകാൻ കാരണമാകും എന്നതൊക്കെ നേരത്തെ മനസ്സിലാക്കി എന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാതെ തന്നെ, ബോധമില്ലാതെ തന്നെ സംഭവിക്കുന്നത് അവരുടെ കൈകളിലൂടെ അങ്ങനെ ഒരു കാര്യമാണ് എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നീട് അവർക്കൊരു അദുവായിട്ട് മൂസ അലൈഹി ഇസ്ലാം അവരുടെ ധിക്കാരത്തിലും അതുപോലെ അതിക്രമ നിലപാടുകളിലൊക്കെ നിലകൊള്ളുന്ന കാരണമായി മൂസ അലൈഹി ഇസ്ലാം അവരോട് ശത്രുത കാണിക്കേണ്ടി വരുന്ന ഒരവസ്ഥ പിന്നീട് വരാനിരിക്കുകയാണ്. അതേപോലെ തന്നെ അവർക്ക് ഒരു ദുഃഖ കാരണമായിട്ട് മാറാനും ആ വിധത്തില് അവർക്ക് മാറുന്ന വിധത്തിൽ മൂസ അലൈഹി ഇസ്ലാമിനെ അവര് അരുവിയിൽ നിന്ന് കണ്ടെടുത്തു. ഇന്ന ഫിറൗന വഹമാന വജുനൂദഹുമ, തീർച്ചയായിട്ടും ഫിറൗനും ഹാമാനും അവരിരുവരുടെയും സൈന്യങ്ങളും കാനു ഖാത്തിഈൻ, വല്ലാതെ പിശക് പറ്റിപ്പോയ ആളുകളായിരുന്നു, പിഴച്ചു പോയവരായിരുന്നു. അവരുടെ നിലപാടുകളിൽ, അവരുടെ നയ പദ്ധതികളിലൊക്കെ തന്നെ അവര് വലിയ അബദ്ധം പിണഞ്ഞവരായി മാറിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഖുർആൻ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. ആരുടെയും ശത്രുവായി മാറുക എന്നത് സാധാരണഗതിയിൽ ഒരു കുഞ്ഞിനെ പരാമർശിക്കുമ്പോൾ ഒട്ടും നല്ലൊരു കാര്യമല്ല. പക്ഷെ ഫിറൗനും ഹാമാനും അവരെ പിന്തുണക്കുന്ന സൈനികരും നാട്ടിൽ അത്രയും വലിയ ദ്രോഹം ഉണ്ടാക്കുന്ന കുഴപ്പക്കാരായി മാറിയിരുന്നു എന്നതിനാൽ അവരുടെ അന്തകനായിക്കൊണ്ട് മൂസ പിൽക്കാലത്ത് രംഗത്ത് വരും എന്ന് പറയുന്നത് കൂടുതൽ വ്യക്തമാക്കുകയാണ് അള്ളാഹു ഇവിടെ ചെയ്യുന്നത്. എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളതിനുള്ള ഉത്തരമാണ് ഇവിടെ ഇന്ന ഫിറൗന വഹാമാന വജുനൂദഹുമാ കാനു ഖാത്തിഈൻ എന്ന് പറയുന്നതിൽ അടങ്ങിയിട്ടുള്ളത്. നിശ്ചയമായിട്ടും ഫിറൗനും ഹാമാനും അവരുടെ സൈന്യങ്ങളും അവര് തീർത്തും പിഴച്ചു പോയവരായിരുന്നു, പിഴവ് പറ്റിയവരായിരുന്നു, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്ന ആളുകളായിരുന്നു എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ശത്രു എന്ന നിലക്ക് മൂസ അലൈഹി ഇസ്ലാം ഉയർന്നു വരുന്നത്, അവർക്കൊരു ദുഃഖ കാരണമായിട്ട് അദ്ദേഹം പിന്നീട് മാറുന്നത് ഒരു നിലക്കും ആർക്കും വിഷമമുണ്ടാക്കേണ്ട ഒരു കാര്യമല്ല. ഏറ്റവും ന്യായമായ, ഏറ്റവും നീതിപൂർവകമായ ഒരു ഇടപെടലും നടപടിയും മാത്രമേ അത് ആവുന്നുള്ളൂ എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. വഖാലത്ത് ഇംറഅത്തു ഫിറഔൻ, അപ്പോ അരുവിക്കരയിൽ നിന്ന് ഈ കുഞ്ഞിനെ അരുവിയിൽ നിന്ന് കണ്ടെടുത്തതിനെ തുടർന്നുള്ള ഒരു സംഭവം, ഫിറൗന്റെ ഭാര്യ ഇംറഅത്തു ഫിറൗൻ തുടർന്ന് പറയുകയാണ്, ഫിറൗനോടാണ് പറയുന്നത്, ഖുർറത്തു ഐനിൻ ലീ വലക്, താങ്കൾക്കും എനിക്കും ഒരുപോലെ കണ്ണിന് കുളിരണിയിക്കുന്ന ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ ഒരു കാഴ്ചയാണ് ഈ കുട്ടി, ഈ ശിശു താങ്കളെ സംബന്ധിച്ചിടത്തോളവും എന്നെ സംബന്ധിച്ചിടത്തോളവും കണ്ണുകൾക്ക് കുളിർമ പകരുന്ന ഒരു ദൃശ്യമാണ്. സ്വന്തം മക്കളെ പോലെ, മക്കളെ പരാമർശിക്കുമ്പോഴാണ് പലപ്പോഴും ഖുർറത്തു ഐൻ എന്ന പ്രയോഗം നടത്താറുള്ളത്. കണ്ണുകൾക്ക് കുളിരനുഭവപ്പെടുന്ന ഒരു കാഴ്ചയായിട്ട് സ്വന്തം മക്കള് അവരിൽ കൗതുകമുളവാക്കുന്ന ഒരു കാര്യം, മാതാപിതാക്കൾക്ക് വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യം സൂചിപ്പിക്കാനാണ് ഖുർആനിലും അറബി ഭാഷയിലും പൊതുവായിട്ടും ഈ പ്രയോഗം വരുന്നത്. അപ്പൊ ഒരുപക്ഷെ ഫിറൗന്റെ പത്നിക്കും ആ കുടുംബത്തിന്
സന്താന ഭാഗ്യമുണ്ടായി കാണണമെന്നില്ല, മക്കളുണ്ടായിട്ടുണ്ടാവാനിടയില്ല. അതുകൊണ്ട് അവർക്ക് ഒരു സ്വന്തം പുത്രനായിട്ട് അവനെ ഏറ്റെടുക്കാം, അവർക്ക് ആ വിധത്തിലുള്ള സന്തോഷം പകരുന്ന ഒരു കുട്ടിയായിട്ട് അവർക്ക് കണ്ടുകിട്ടിയിട്ടുള്ള ഈ കുട്ടി മാറും എന്ന ഒരു പ്രതീക്ഷയാണ് ഇമ്രഅത്ത് ഫിറഔൻ ഭർത്താവിനോട് ആ ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. കാലത്ത് ഇമ്രഅത്ത് ഫിറഔന്റെ പത്നി, ഫിറഔന്റെ പെണ്ണ് ആ ഘട്ടത്തിൽ പറയുകയുണ്ടായി, ഖുർറത്തു ഐനിൻ ലീ വലക്, നിങ്ങൾക്കും എനിക്കും ഒരുപോലെ കണ്ണിന് കുളിർമ നൽകുന്ന ഒന്നാണ് ഈ കുട്ടി. ലാ തഖ്തുലൂഹു, അതുകൊണ്ട് ലാ തഖ്തുലൂഹു, അവനെ കൊന്നുകളയരുത്. അസാഇ യൻഫഅന, ഒരുപക്ഷെ അവൻ നമുക്ക് പ്രയോജനപ്പെട്ടു എന്ന് വരാം. ഔ നത്തഖിദഹു വലദ, അല്ലെങ്കിൽ അവനെ ഒരു പുത്രനായിട്ട് സ്വീകരിക്കുക തന്നെ ചെയ്യാം. നമുക്ക് അവനെ ദത്തുപുത്രനായിട്ട്, നമ്മുടെ ഒരു കുട്ടിയായിട്ട് തന്നെ സ്വീകരിക്കാം. ഔ നത്തഖിദഹു വലദ വഹും ലാ യശൂറൂൻ, കാര്യങ്ങളുടെ പരിണിതി എന്താണ് എന്നതിനെ കുറിച്ച് യാതൊരു ബോധവും അറിവുമില്ലാതെയായിരുന്നു അവര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സംസാരം നടക്കുമ്പോ ചരിത്രത്തിൽ അനാവരണം ചെയ്യപ്പെടാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള യാതൊരു ധാരണയും ഇരുവർക്കും ഇല്ല. ഫിറഔനും ഫിറഔന്റെ പത്നിക്കും അങ്ങനെ ഒരു സംഗതിയെ കുറിച്ച് യാതൊരു ബോധവുമില്ല. അള്ളാഹുവിന്റെ പദ്ധതി ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് എന്താണ് എന്നതിനെ കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ, യാതൊരു അറിവുമില്ലാതെയാണ് അവരിങ്ങനെ പറയുകയുണ്ടായത്. അപ്പോ ഫിറഔന്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ ഫിറഔന്റെ പത്നിയുടെ അടുക്കലേക്ക് ഈ കുഞ്ഞ് കൊണ്ടുവരപ്പെട്ടു കാണണം. ഒരുപക്ഷെ അവര് പുഴയോരത്ത് തന്നെ ഇരിക്കുമ്പോഴായിരിക്കണം കുഞ്ഞ് ഒഴുകി പോകുന്നത് കാണാനിടയാവുകയും അവരുടെ ഉദ്യോഗസ്ഥന്മാരോ പുഴയില് ജോലി ചെയ്യുന്ന ആളുകളോ ആ കുഞ്ഞുണ്ടായിരുന്ന പെട്ടിയോ കൊട്ടയോ, ബൈബിളിൽ ഒരു വട്ടിയാണ് പറയുന്നത്, കളിമണ്ണും അതുപോലെ ചെടികളുടെ നാരുകളും കുഴച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു വട്ടി എന്ന വിധത്തിലാണ് ബൈബിളിലെ വിവരണം. ഖുർആനില് ഒരു സുരക്ഷിതമായ പേടകം എന്നുള്ള നിലക്കാണ്, ഒരു പെട്ടി എന്നുള്ള നിലക്കാണ് സൂചിപ്പിക്കുന്നത്. ഇത് അവർ കണ്ടെടുത്തത് ഫിറഔനും ഭാര്യയും പുഴയോരത്ത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാവാം. അതല്ലെങ്കിൽ കുഞ്ഞിനെ കണ്ടുകിട്ടിയപ്പോ വിവരം ഫിറൗന്റെ അടുക്കല് കുഞ്ഞിനെയുമായിട്ട് ആളുകൾ എത്തുകയും അത് ഭൃത്യന്മാരോ ഉദ്യോഗസ്ഥന്മാരോ കുഞ്ഞിനെയും കൊണ്ട് രാജാവിന്റെ അടുക്കൽ എത്തുകയും അതൊരു സംസാരമായി മാറുകയും ചെയ്തിട്ടുണ്ടാകാം. കാരണം ബനു ഇസ്രായേൽ സമൂഹത്തിൽ പിറക്കുന്ന ആൺമക്കളെ കൊന്നുകളയുക എന്നൊരു നയം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ പുഴയിൽ ഒഴുക്കപ്പെട്ട ഒരു കുഞ്ഞിനെ കണ്ടെത്താൻ പറ്റിയാൽ അത് നൽകുന്ന സൂചന ബനു ഇസ്രായേൽ സമൂഹത്തിലെ ഏതോ മാതാപിതാക്കള് അവരുടെ കുഞ്ഞ് കൊല്ലപ്പെടും എന്ന ഭയത്താൽ അതിനെ പുഴയിൽ ഒഴുക്കിയതാണ് എന്ന ഒരു കാര്യം എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാവും. ഫിറൗനും ഭാര്യയും ആ നിലക്ക് തന്നെ ഈ സംഗതിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവാനും ഇടയുണ്ട്. അങ്ങനെ എന്തായാലും ഫിറൗന്റെയും പത്നിയുടെയും അടുക്കൽ ഈ കുഞ്ഞ് എത്തുകയും അപ്പോ ഫിറൗന്റെ പത്നി ഭർത്താവിനോടായിട്ട് ഇങ്ങനെ പറയുകയും ചെയ്ത കാര്യമാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. വഖാലത്ത് ഇംറഅത്തു ഫിറഔൻ ഖുർറത്തു ഐനിൻ ലീ വലക്, നല്ലൊരു കുഞ്ഞ്, കാണാൻ നല്ല കൗതുകമുള്ള, നമുക്കൊക്കെ കണ്ണുകൾക്ക് ആനന്ദം പകരുന്ന വിധത്തിലുള്ള ഒരു കുഞ്ഞാണിത്. നമുക്ക് ഈ കുഞ്ഞിനെ ആ നിലക്ക് തന്നെ നമ്മുടെ ഒരു മകനായിട്ട് പോറ്റി വളർത്താം. അവന് നമുക്ക് പ്രയോജനം ചെയ്തെന്ന് വരും. അതല്ലെങ്കിൽ ഇവനെ നമുക്കൊരു വളർത്തുപുത്രനായിട്ട് സ്വീകരിക്കാം, അവനെ ആ നിലക്ക് നമുക്ക് ഉപകരിച്ചു എന്ന് വരും.
എന്നാണ് അവർ പരസ്പരം പങ്കിടുന്ന കാര്യം. എന്തായാലും ആ ഘട്ടത്തിൽ അവർക്ക് അത് കാരണമായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. വഹും ലാ യശൂറൂൻ, അവർ കാര്യങ്ങളെക്കുറിച്ച്, വരാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെയാണ് ഇങ്ങനെ പറയുകയുണ്ടായത് എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒരുപാട് വിശദാംശങ്ങൾ വിട്ടുകളഞ്ഞുകൊണ്ടുള്ള ഒരു കഥാകഥന ശൈലിയാണ് ഇവിടെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ചേർത്ത് വായിക്കേണ്ട വിശദാംശങ്ങൾ, ഒരു ഇസ്രായേലി കുടുംബത്തില് മൂസ എന്ന് പേര് നൽകപ്പെട്ട ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് യാക്കൂബ് അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ, അദ്ദേഹത്തിന്റെ പുത്രൻ ലാവിയുടെ സന്താന പരമ്പരയിലായിട്ടാണ് ജനിക്കുകയുണ്ടായത്. അതുപോലെ ബൈബിളും തൽമൂദും നൽകുന്ന സൂചന അതാണ്. ലാവിയുടെ, യാക്കൂബ് അലൈഹിസ്സലാമിന്റെ പുത്രൻ ലാവിയുടെ സന്താന പരമ്പരയിലാണ് മൂസ അലൈഹി ഇസ്ലാം ജനിക്കുന്നത് എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള വിശദാംശങ്ങളൊക്കെ ഖുർആൻ അന്വേഷകരുടെ ഗവേഷണത്തിനായിട്ട് വിട്ടുകളയുകയാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉപ്പായുടെ പേര് ഈ സ്രോതസ് ബൈബിളും തൽമീദും ഒക്കെ അടിസ്ഥാനത്തില് ഉംറാം എന്നായിരുന്നു. ഖുർആനിൽ ഉപയോഗിക്കുന്ന ഇമ്രാൻ എന്ന പദം സൂചിപ്പിക്കുന്നതാവാൻ സാധ്യതയുണ്ടത്. ഉംറാം എന്നാണ് തൽമൂദിലും ബൈബിളിലും ഒക്കെ ആ പരാമർശമുള്ളത്. ഇവർക്ക് എന്ന് വെച്ചാൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്കും ഉപ്പാക്കുമായിട്ട് നേരത്തെ തന്നെ 2 മക്കൾ ഉണ്ടായിരുന്നു എന്നതാണ് ഖുർആന്റെ സൂചനകൾ വ്യക്തമാക്കുന്നത്. ഒന്ന്, മൂസ അലൈഹി ഇസ്ലാമിന് എന്താണ് സംഭവിക്കുന്നത്, ആ കുഞ്ഞിനെ പുഴയിൽ ഒഴുക്കിയ ശേഷം ആരാണ് അതിനെ കണ്ടെത്തുന്നത്, അതിനെ പുഴയിൽ നിന്ന് എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു മൂത്ത സഹോദരി പുഴയോരത്തുകൂടി അങ്ങനെ നടന്ന ഒരു കാര്യം ഖുർആൻ സൂചിപ്പിക്കുന്നു. ആ ഒരു സഹോദരി നേരത്തെ മൂസ അലൈഹി ഇസ്ലാമിന്റെ മാതാപിതാക്കൾക്ക് പിറന്ന ഒരു കുട്ടിയായിട്ട്, അവരുടെ പേര് ബൈബിള് തൽമൂദ് പോലെയുള്ള സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നത് മിറിയം എന്നാണ്. അതുപോലെ മൂസ അലൈഹി ഇസ്ലാമിന് ഒരു ജ്യേഷ്ഠ സഹോദരൻ ഉണ്ടായിരുന്നു എന്ന കാര്യവും ഖുർആന്റെ സൂചനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹാറൂൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുന്നതിൽ ഹാറൂൻ അലൈഹി ഇസ്ലാമിനും അള്ളാഹു ഒരു പങ്കാളിത്തം നൽകുന്നുണ്ട്, മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെട്ട പ്രകാരം. അപ്പൊ ഇങ്ങനെ 2 സിബിലിങ്സ് നേരത്തെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്നു. ഈ വിവരണങ്ങളൊന്നും ഖുർആൻ സാധാരണ കഥാകഥന ശൈലിയിൽ നമുക്ക് പറഞ്ഞു തരുന്നില്ല. അതൊക്കെയും നമുക്ക് എളുപ്പത്തിൽ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്നതുകൊണ്ടായിരിക്കണം. എന്തായാലും ഇവിടെ ഹാറൂൻ അലൈഹി ഇസ്ലാം എങ്ങനെ ഈ ബനു ഇസ്രായേൽ ആൺമക്കളെ കൊന്നൊടുക്കുന്ന ആ ഘട്ടത്തിൽ രക്ഷപ്പെട്ടു എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഒരുപക്ഷെ ഹാറൂൻ അലൈഹി ഇസ്ലാം ജനിച്ച കാലത്ത് ഭരണകൂടം ബനു ഇസ്രായേൽ കുടുംബങ്ങളിൽ ജനിക്കുന്ന ആൺമക്കളെ കൊന്നൊടുക്കുക എന്ന നിയമം, എന്ന ഒരു നയം നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ടാവണം എന്നില്ല. അതായിരിക്കാം അതിന് കാരണം. ഇങ്ങനെ ഒരു തീരുമാനം ഭരണകൂടം നടപ്പിലാക്കി തുടങ്ങുന്നത് മൂസ അലൈഹി ഇസ്ലാം ജനിക്കുന്ന ആ ഘട്ടത്തിലാണ് എന്നത് നമുക്ക് അനുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ മറ്റൊരു കാര്യം, ജനിച്ച ഉടനെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിനെ ഉമ്മ പുഴയിൽ ഒഴുക്കി കളയുന്നില്ല. അങ്ങനെയല്ല അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ളത്. കുഞ്ഞിനെ മുലയൂട്ടി തന്റെ പുത്രനായിട്ട് ചേർത്ത് പിടിച്ച് വളർത്തി ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ പിന്നിട്ട ഒരു ഘട്ടത്തിലാണ് കുഞ്ഞിനെ പുഴയിൽ ഒഴുക്കിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നീട് കൊട്ടാരത്തില് വളരേണ്ടി വരുന്ന, കൊട്ടാരത്തില് അവര് ദത്തെടുത്ത ഒരു കുഞ്ഞായിട്ട് വളർത്തപ്പെടുന്ന ആദ്യഘട്ടത്തില് കുഞ്ഞിന് മുലയൂട്ടാൻ മറ്റു പല സ്ത്രീകളെയും അവര്
പ്രയോജനപ്പെടുത്താൻ നോക്കിയപ്പോൾ നടക്കാതെ പോവുകയും കുഞ്ഞത് സ്വീകരിക്കാതിരിക്കുകയും സ്വന്തം ഉമ്മായുടെ പാല് കുടിക്കാനുള്ള സന്നദ്ധത കുഞ്ഞ് കാണിക്കുകയും ചെയ്ത ഒരു കാര്യം ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അതിന് നേരത്തെ തന്നെ ഉണ്ടായ ഈ ബന്ധമായിരിക്കണം ഒരു കാരണം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ശൈശവത്തിന്റെ വളരെ ആദ്യഘട്ടത്തില് ഉമ്മായുടെ പാല് കുടിച്ച് കുറച്ചു കാലം കഴിഞ്ഞിട്ടുണ്ട് എന്നത് കാരണമായിട്ടായിരിക്കണം അങ്ങനെ ആ ശൈശവ ഘട്ടത്തിൽ മൂസ അലൈഹി ഇസ്ലാം മറ്റ് സ്ത്രീകളുടെ പാല് കുടിക്കാൻ കൂട്ടാക്കാതെ ഇരുന്നതിന് പ്രേരണയായിട്ടുണ്ടാവും. ഒരുപക്ഷെ മൂസ അലൈഹി ഇസ്ലാം ശൈശവത്തിൽ ഉമ്മായോടൊപ്പം സ്വന്തം വീട്ടിൽ തന്നെ കഴിയുന്ന ഘട്ടത്തില് ഫിറൗന്റെ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ട് കഴിഞ്ഞ ആ ഘട്ടത്തില് അദ്ദേഹത്തെ ഫിറൗന്റെ ഉദ്യോഗസ്ഥന്മാര് തന്നെ കണ്ടെത്തുന്ന ഒരു കാരണം, ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. അവരുടെ അന്ന് ചില സ്രോതസ്സുകൾ, ബൈബിൾ തൽമൂദ് സ്രോതസ്സുകളൊക്കെ വെളിപ്പെടുത്തുന്നത് അവര് കുഞ്ഞുള്ള സ്ത്രീകളെ വീടുകളിലേക്ക് അങ്ങനെ പറഞ്ഞയക്കുമായിരുന്നു. കുഞ്ഞിനെ കരയിക്കുന്നത് വീടുകളിൽ ചെന്ന് കരയിക്കാൻ, എന്നിട്ട് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ആ വീട്ടിലുള്ള കുഞ്ഞും കരയാൻ കാരണമാവുകയും അപ്പോ അവിടെ ഒരു കുഞ്ഞു വളരുന്ന കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന നിലയ്ക്ക്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ബനു ഇസ്രായേൽ സമൂഹത്തിലെ തന്നെ ചില ചാരന്മാര് രഹസ്യമായിട്ട് ഇവരെ ഒറ്റുകൊടുത്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ബനു ഇസ്രായേൽ സമൂഹം ആ ഘട്ടത്തില് ആദർശ പ്രതിബദ്ധതയുടെ ഒന്നും പേരിൽ അറിയപ്പെടുന്ന ഒരു സമൂഹമായിരുന്നില്ല. പല വിധത്തിലുള്ള ജീർണതയും അവരെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തില് സമുദായത്തിന് വരെ വലിയ ദുരന്തം വരുത്തുന്ന വിധത്തിൽ ഒറ്റുകാരാകുന്ന പലരും മുസ്ലിം സമുദായത്തിനകത്ത് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റിയിട്ടുള്ളതാണ്. അതുപോലെയൊക്കെയുള്ള സ്വഭാവപരമായ പ്രത്യേകതകൾ കാണിക്കുന്ന ആളുകൾ ബനു ഇസ്രായേൽ സമൂഹത്തില് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. അവർ ഒറ്റുകാരായിട്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ കാര്യം രാജാവിനെ അറിയിക്കുന്ന വിധത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവാൻ ഇടയുണ്ട്. എന്തായാലും കാര്യം ഇനി അങ്ങോട്ട് സുരക്ഷിതമല്ല എന്ന് ബോധ്യപ്പെടാൻ ഒരു സാഹചര്യം ഒരുങ്ങിയ ഘട്ടത്തിലാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ കുഞ്ഞിനെ ഒരു പെട്ടകത്തിൽ വെച്ചുകൊണ്ട് നദിയിൽ ഒഴുക്കുന്നത്. ബൈബിള് തൽമൂദൊക്കെ പ്രകാരം 3 മാസങ്ങളെങ്കിലും പിന്നിട്ടതിന് ശേഷമാണ് അത് സംഭവിക്കുന്നത്. അപ്പോ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയെ കീഴ്പ്പെടുത്തുന്ന വിധത്തിലുള്ള ഭീതിയും വിഷമവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവണം. അപ്പോ ഈ പെട്ടിയെ കുറിച്ച് ബൈബിളിലും തൽമൂദിലും ഒക്കെ ചില വിവരണങ്ങൾ ഉള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പുല്ലിന്റെ വലിയ ഉയരത്തിൽ വളരുന്ന പുല്ലിന്റെ തണ്ട് കളിമണ്ണിൽ കുഴച്ച് ഉണ്ടാക്കിയ ഒരു വട്ടി പോലെയുള്ള ഒരു സംഗതിയാണത് എന്നാണ് ബൈബിളിലുള്ള വിവരണം ഇതിനെക്കുറിച്ച് പറയുന്നത്. ശ്രദ്ധേയമായ ഒരു കാര്യം, മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ കുഞ്ഞിനെ ഇങ്ങനെ ഒരു വട്ടിയിലാക്കിയിട്ട് പുഴയിൽ ഒഴുക്കുന്നത് ദൈവികമായ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന ഒരു കാര്യം ബൈബിളിലോ തൽമൂദിലോ വ്യക്തമാക്കപ്പെടുന്നില്ല. ഖുർആനാണത് വളരെ ഖണ്ഡിതമായിട്ട് തന്നെ വ്യക്തമാക്കുന്നത്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ കുഞ്ഞിനെ ഒരു പേടകത്തിലാക്കിയിട്ട് പുഴയിൽ ഒഴുക്കി കളയുന്നത് എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ബൈബിളില് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന പ്രവാചകന്മാരെ കുറിച്ചൊക്കെയുള്ള വിവരണത്തില് അവരെ പല നിലക്കും ഇകഴ്ത്തി കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അതുപോലെയൊക്കെയുള്ള ഒരു സംഗതിയാവാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഒക്കെ
അവര് പലപ്പോഴും രാജാക്കന്മാരെന്നൊക്കെയുള്ള വിധത്തിൽ വിവരിക്കുന്ന പല സംഗതികൾ, സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, ദാവൂദ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, ദൈവിക ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ട പ്രവാചകന്മാരെന്നുള്ള നിലക്ക് ആ പവിത്രത കാണിച്ചുകൊണ്ടുള്ള വിവരണമല്ല ബൈബിളും തൽമൂദും ഒന്നും നൽകുന്നത് എന്നതാണ്. അതുപോലെ തന്നെ ഈ വളർന്നു വലുതാകുമ്പോൾ ഒരു ദൈവദൂതനായിട്ട് നിയോഗിക്കപ്പെടാൻ പോകുന്ന ആളാണ് എന്ന ഒരു അറിയിപ്പും മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് ലഭിച്ചതായി ബൈബിളും തൽമൂദും ഒന്നും സൂചിപ്പിക്കുന്നില്ല. അതും ഖുർആന്റെ വിവരണത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഫിറഔൻ ഉദ്ദേശപൂർവം ചെയ്ത ഒരു കാര്യമല്ല ഇത്. ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണമായിട്ട്, അതുപോലെ പത്നിയുടെ പ്രേരണയൊക്കെ കാരണമായിട്ട് ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് പോറ്റി വളർത്താൻ അവർ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഒരു പക്ഷേ ഫിറോവിനോട് വലിയ വിധേയത്വം കാണിച്ചിരുന്ന, അദ്ദേഹത്തോട് വളരെ ലോയലായ ആളുകൾ, പ്രജകളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അദ്ദേഹത്തെ അതിൽ നിന്ന് വിലക്കാനും നിരുത്സാഹപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടാവണം. അങ്ങനെയുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവണം. പക്ഷെ അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രാതികൂല്യങ്ങൾ ഉണ്ടെങ്കിലും അത് നടപ്പിലാക്കാൻ വേണ്ട സാഹചര്യം അവൻ സൃഷ്ടിച്ചു കൊണ്ടുവരും. ആരൊക്കെ ഒരു ബുദ്ധിപരമായ തലത്തില് അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ പോലും വൈകാരികമായ ഒരു തലത്തിൽ അവർക്കത് തള്ളിക്കളയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സമ്മർദ്ദമായിട്ട് മാറാനൊക്കെ സാധ്യതയുണ്ട്. ഫിറോവിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപരമായ ദൈക്ഷണികമായ തലത്തില് അങ്ങനെ കണ്ടുകിട്ടിയ ഒരു കുഞ്ഞിനെ വെച്ച് പൊറുപ്പിക്കുക എന്നുള്ളത് ഒരു നിലക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബനു ഇസ്രായേലിന്റെ ഒരു കുട്ടിയാണ് എന്ന നിലയ്ക്ക് ആ കുഞ്ഞിനെ അവർക്ക് കാണാൻ കഴിയുള്ളൂ. ആ നിലക്ക് കൊന്നുകളയാനും മാത്രമേ അവർക്ക് പ്രേരണ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ എല്ലായ്പ്പോഴും കാര്യങ്ങൾ നടക്കുന്ന അങ്ങനെയല്ല. നമ്മുടെയൊക്കെ തന്നെ വ്യക്തി ജീവിതത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. നമുക്ക് ബുദ്ധിപരമായിട്ട് തീരെ സ്വീകാര്യമല്ലാത്ത ഒരു കാര്യം തന്നെ പല സമ്മർദ്ദങ്ങൾ കാരണമായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പാസീവായിട്ട് അതിനെ അക്കാര്യത്തിൽ മൗനം പുലർത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെയൊക്കെ ആവാനും സാധ്യതയുണ്ട് ഫിറോൻ ഈ കുഞ്ഞിനെ കൊട്ടാരത്തിൽ വളർത്തുന്നതിന് പ്രേരണയായിട്ട്. ഇവിടെ സൂറത്ത് ത്വാഹയിൽ അള്ളാഹു ഒരു കാര്യം പറയുന്നത് വൽതൈതു അലൈക മഹബ്ബത്തൻ മിന്നി എന്ന് പറയുന്ന കാര്യം. മൂസ അലൈഹി ഇസ്ലാം ഫിറോവിന്റെയും പത്നിയുടെയും അടുക്കൽ എത്തിയപ്പോ, ഒരു ശിശു എന്നുള്ള നിലയ്ക്ക് എത്തിയപ്പോ അവന് നാം നമ്മുടെ പക്കൽ നിന്നുള്ള സ്നേഹം പകർന്നു കൊടുത്തു എന്ന് സൂറത്ത് ത്വാഹയിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഒരുപക്ഷെ ഫിറോവിന്റെ പത്നി ഈ കുഞ്ഞിൽ കാണിച്ച താല്പര്യവും അവനോട് കാണിച്ച വാത്സല്യവും പിൽക്കാലത്ത് അവനെ ദത്തെടുക്കാൻ പ്രേരണയാകുന്ന വിധത്തിലുള്ള സംസാരം നടത്തിയതും ഒക്കെ അവർക്ക് ആ കുഞ്ഞിനോട് തോന്നിയിട്ടുള്ള ഒരു സ്നേഹം, അത് അള്ളാഹു അവരുടെ മനസ്സിൽ പ്രത്യേകമായി മൂസ അലൈഹി ഇസ്ലാമിന്റെ ആവശ്യത്തിന് വേണ്ടി സൃഷ്ടിച്ച ഒരു സ്നേഹവും അനുകമ്പയുമായിരുന്നു എന്നത് നമുക്ക് ഈ ആയത്തിന്റെ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇമ്രഅത്ത് ഫിറഔൻ എന്ന പരാമർശം, ഫിറൗന്റെ ഭാര്യ ആണ് ഇങ്ങനെ പറഞ്ഞത്, നമുക്ക് അവനെ നമ്മുടെ ഒരു കുഞ്ഞായിട്ട് കൂടെ വളർത്താം എന്ന് പറഞ്ഞ കാര്യം, നമുക്ക് അവൻ പ്രയോജനപ്പെട്ടെന്ന് വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ബൈബിള് സൂചിപ്പിക്കുന്നത്, അങ്ങനെ ചെയ്തിട്ടുള്ളത് ഫിറൗന്റെ പുത്രിയാണ് എന്നാണ്. അത് ചില ഖുർആൻ വ്യാഖ്യാതാക്കളും ഫിറൗൻ കുടുംബത്തിലെ ഒരു സ്ത്രീ എന്നൊരർത്ഥത്തിൽ ഇത് വായിക്കാമല്ലോ എന്ന നിലക്ക് അതിനെ എൻഡോസ് ചെയ്തുകൊണ്ടുള്ള ഒരു വിശദീകരണം കൊടുക്കുന്നതും കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അങ്ങനെ പോവേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഫിറൗന്റെ പുത്രി എന്നത് ഒരു തെറ്റായ ഒരു വിവരണമാണ്. ഫിറൗന്റെ പത്നി എന്നതാണ് ഖുർആൻ അത് സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കേണ്ട ഒരു അനിവാര്യത അതിൽ നിന്ന് വരുന്നില്ല. ഇമ്രഅത്ത് ചേർത്തുകൊണ്ട്
പത്നിമാരെ സൂചിപ്പിക്കുന്ന പ്രയോഗം ഖുർആനിൽ വേറെയും ഉണ്ട്. അതുപോലെ ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളുടെ വിവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുവെക്കാനുണ്ടായിരുന്നത്. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.